നിമ്മ അല്പസമയം ഒന്നും മിണ്ടാനാകാതിരുന്നു പോയി. ചേച്ചി, ധനി സങ്കടത്തോടെ വിളിച്ചു. നിമ്മ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവളുടെ കവിൾ തൊട്ടുകൊണ്ട് ചോദിച്ചു, മോൾക്ക് എങ്ങനെ മനസ്സിലായി അത് അദ്ദേഹമാണെന്ന്? അത് ആ രുദ്രാക്ഷം. സാധാരണ ആളുകൾ കഴുത്തിലല്ലേ രുദ്രാക്ഷം ഇടുന്നത്? ചേച്ചി അദ്ദേഹത്തിന്റെ ഇടം കൈയിൽ കണ്ട രുദ്രാക്ഷത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോഴാണ് ഒരു സംശയം തോന്നിയത്. പിന്നെ സ്വപ്നം മയങ്ങുന്ന ആ കണ്ണുകൾ, തോളൊപ്പമുള്ള മുടി, അതൊക്കെ ആദ്യം പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. ചേച്ചി പറഞ്ഞതെല്ലാം കൂടെ ചേർത്ത് നോക്കിയപ്പോൾ അത് സാറായിരിക്കുമെന്ന് മനസ്സിലായി. നിമ്മ അവളെ നോക്കി പുഞ്ചിരി തൂകി. ധനി തിരിച്ചും, ചേച്ചിക്ക് സാറിനെ കാണുന്നുണ്ടോ? ഏയ് ഇല്ല മോളെ, അതിന് മാത്രമുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ പണ്ടൊക്കെ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് വെറുതെ ഒന്ന് കാണാൻ. ആദ്യമായി ഇഷ്ടം തോന്നിയ ആളല്ലേ. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. നമ്മൾ രണ്ടാളും ഒരമ്മ പെറ്റ അളിയന്മാരാണല്ലേ, ധനി ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് നിമ്മ പൊട്ടിച്ചിരിച്ചു. തൻ്റെ സങ്കടങ്ങളെല്ലാം എങ്ങോ പോയി മറയുന്നത് നിമ്മ അറിയുന്നുണ്ടായിരുന്നു. ചേച്ചി, ഞാൻ ഇനി നാളെ വരാം, ഒത്തിരി എഴുതാനുണ്ട്. ശരി, പിന്നെ സമയം കിട്ടുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുമോ? പിന്നെന്താ, നമുക്ക് പഠിക്കാന്നേ. അല്ലെങ്കിലും ചേച്ചി ഇംഗ്ലീഷ് പഠിച്ചിരിക്കുന്നത് നല്ലതാ. കേശുവേട്ടനെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അതൊക്കെ വേണ്ടി വരും. ആൾക്ക് 6 ഭാഷ വശമുണ്ട്. ധാനി മിഴികൾ വിടർത്തിക്കൊണ്ട് പറഞ്ഞു. ഇന്നലെ ഇവിടേക്ക് വരുമ്പോൾ കാറിലിരുന്ന് താൻ കേട്ടിട്ടില്ലാത്ത ഏതോ ഭാഷയിൽ അവൻ ഫോണിൽ സംസാരിച്ചത് അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അദ്ദേഹത്തിന് അവിടെ എന്താ ജോലി? നിമ ഒട്ടൊരു ജിജ്ഞാസയോടെ ചോദിച്ചു. ധാനു അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, സ്വന്തം ഭർത്താവിന് ജോലി എന്താന്ന് പോലും അറിയാത്ത ഭാര്യ. കഷ്ടം തന്നെ പ്രഭു. ധാനി ചിരിയോടെ തന്നെ പറഞ്ഞു. ഭാര്യ, ആ വാക്ക് കേട്ടപ്പോൾ സ്വയം പുച്ഛം തോന്നി നിമയ്ക്ക്. അർഹതയില്ലാത്ത ഒരു പദവി സ്വന്തമാക്കിയതിനാൽ. ഏട്ടൻ അവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ CFO ആണ്. ആള് കണക്കിലൊക്കെ പുലിയായിരുന്നു. CEO ആണ് പഠിച്ചത്. റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു. എല്ലാം കേട്ട് നിമ നിർവികാരമായിരുന്നു. ഇത്രയും പഠിപ്പും മാറവും നല്ല ജോലിയും സൗന്ദര്യമൊക്കെയുള്ള അയാളുടെ താലി കഴുത്തിലണിഞ്ഞിരിക്കുന്നത് പോലും അരോചകമായി തോന്നി അവൾക്ക്. ഒരു തരത്തിലും ചേരാത്ത 2 പേർ ഒരു താലിയുടെ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. മനസ്സും ശരീരവും ഇരുധ്രുവങ്ങളിലും. ധാനി പോയ ശേഷം നിമ അകത്തേക്ക് കയറി. ക്ഷീണമൊക്കെ ഒരുവിധം മാറിയിരുന്നു. അടുക്കളയിൽ ഭക്ഷണം ഇരിപ്പുണ്ടായിരുന്നു. പുറത്തുനിന്നും വരുത്തിയതാകും അദ്ദേഹം, അവൾ ഓർത്തു. അമ്മയ്ക്കുള്ള ഭക്ഷണവുമായി അവൾ മുറിയിലേക്ക് പോയി. ഉണർന്ന് കിടക്കുകയായിരുന്നു അവർ. കണ്ണീർ ഒഴുകിയ പാടുകൾ ആ മുഖത്ത് കാണാമായിരുന്നു. അത് എന്തിനെന്നറിയാതെ നിമ അസ്വസ്ഥമായി. കേശു പോയതുകൊണ്ടാകോ അതോ മറ്റെന്തെങ്കിലും കാണാകോ? അവൾ അവർക്കരികിലേക്ക് ഇരുന്നു. അമ്മ എന്തിനാ കരഞ്ഞത്? അവൾ അവളുടെ കവിൾ തലോടിക്കൊണ്ട് ചോദിച്ചു. മറുപടി കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിർവികാരമായൊരു നോട്ടം മാത്രമായിരുന്നു മറുപടി. അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. വായും മുഖവും വൃത്തിയാക്കിയ ശേഷം അവൾ തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. അകത്ത് കയറിയതും അവൻ്റെ പെർഫ്യൂമിൻ്റെ ഗന്ധം നാസികയിലേക്ക് തുളച്ചു കയറി. പെട്ടെന്ന് അവളുടെ ഉള്ളൊന്ന് തുടിച്ചു. അവൻ തിരികെ വന്നുവോ എന്നൊരു തോന്നൽ അവളിലുണ്ടായി. ഇല്ല, വന്നിട്ടില്ല. രാവിലെ ധരിച്ച ഷർട്ട് ഹാങ്കറിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് ആ ഗന്ധം. ഒരു വേള അയാൾ തിരികെ വരാൻ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചോ? എന്തിന്? ഭാര്യയെ അംഗീകരിച്ചിട്ടില്ല, പ്രണയത്തോടൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ വിശന്നിരുന്നപ്പോൾ അന്നം മൂട്ടി, തളർന്ന് വീണപ്പോൾ കോരിയെടുത്തു കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. അതിൽ കൂടുതലൊന്നും താനും ആഗ്രഹിച്ചിട്ടില്ല. അത് തന്നെ അധികമാണ് ഈ ആരോരുമില്ലാത്തവൾക്ക്. ഓരോന്നോർത്തുകൊണ്ട് അവൾ ബെഡിലേക്ക് ഇരുന്നു. എന്തിനാ വന്നത്? ആ കറമ്പിയും കെട്ടിപ്പിടിച്ച് കിടന്നാൽ പോരായിരുന്നു അവിടെ? ഒറ്റ രാത്രി കൊണ്ട് അവളെങ്ങ് ബോധിച്ചോ നിനക്ക്? ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത് ഇരിക്ക. ഇനി ഒരക്ഷരം വേണ്ടിയാൽ നിന്റെ കണ്ണടിച്ച് പൊട്ടിക്ക് ഞാൻ പോയ ശേഷം ഇവിടെ നീ കാണിച്ചു കൂട്ടിയതെല്ലാം മറിഞ്ഞിട്ടും ഒരക്ഷരം അതിനെപ്പറ്റി നിന്നോട് ചോദിക്കാത്തത് നീ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടും ഞാൻ നിന്നെ എൻ്റെ സ്വന്തമായി കണ്ട് സ്നേഹിക്കുന്നത് കൊണ്ടും മാത്രമാണ്. പക്ഷെ നീ നിന്റെ പരിധികൾ വിടുന്നു. കേശു അങ്ങേറ്റം ദേഷ്യത്തോടെയാണ് അത്രയും പറഞ്ഞത്. അത് കണ്ട് ഇതിക ശരിക്കും പേടിച്ചു. അവൻ്റെ അങ്ങനെ ഒരു ഭാവം ആദ്യമായി കാണുകയായിരുന്നു അവൾ. ഐ എം സോറി ഡിയർ, നീ എന്നെ വിട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ട് എനിക്കാകെ വട്ടുപിടിച്ചു. അതാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. അവനെ അനുനയിപ്പിക്കാനായി അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് കൊഞ്ചി പറഞ്ഞു. എന്നാൽ അവൻ അവളെ ബലമായി അകറ്റി നിർത്തിയ ശേഷം പുറത്തേക്കിറങ്ങിപ്പോയി. ഷിറ്റ്, അതും പറഞ്ഞുകൊണ്ട് അവൾ അടുത്ത് കണ്ട ഫ്ലവർ വേസ് എടുത്ത് ഭിത്തിയിലേക്ക് എറിഞ്ഞു. അത് പൊട്ടിച്ചെതറി അവിടെ മാകെ തെറിച്ചു വീണു. അത്താഴം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷം ജനാലകളും വാതിലുകളും എല്ലാം അടച്ചെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നിമ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. തറയിൽ കിടന്നിട്ട് ശരീരവേദനയുണ്ട്. എന്തു ചെയ്യാനാണ്? അമ്മയെ തനിച്ച് കിടത്താനും തോന്നുന്നില്ല.
ഓർഫനേജിൽ തനിക്കായി ചെറിയൊരു കട്ടിലുണ്ടായിരുന്നു. തയ്ച്ചു കഴിഞ്ഞ് വേസ്റ്റ് വരുന്ന തുണിക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഒരു മെത്തയും തലയിണയും ഉണ്ടാക്കിയെടുത്തിരുന്നു. അവിടെ കിടക്കുന്നതും ഉറങ്ങുന്നതും ഒരേപോലെയായിരുന്നു. കാരണം ജോലി ചെയ്ത് ക്ഷീണിച്ചാവും റൂമിലെത്തുന്നത്. കിടക്കുന്ന പാടെ ഉറക്കവും വരും. ക്ഷീണമാണ് ഏറ്റവും നല്ല തലയിണ എന്ന് ഏതോ മഹാൻ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർമാർ എപ്പോഴും പറയുമായിരുന്നു. ജാനുവിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് കുഞ്ഞിപ്പൂവ് തത്വജ്ഞാനം പറയുന്നു എന്നും പറഞ്ഞ് അവൾ പല്ലിറങ്ങും. സിസ്റ്റർ ലിറ്റി ഫ്ലവറിനെ ജാനു അവർ കേൾക്കാതെ വിളിക്കുന്ന പേരാണ് കുഞ്ഞിപ്പൂവ്. മിഥുനമോൾ ഉറങ്ങിക്കാണോ? തന്നെ കാണാതെ കുട്ടികൾ വിഷമിക്കുന്നുണ്ടാകുമോ? ജാനു തന്നെ ഓർക്കുന്നുണ്ടാകുമോ? ഇന്നലെ അവരെയൊന്നും ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല. കേശു അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആദ്യ രാത്രി ആയിരുന്നല്ലോ. ഒരിക്കലും മറക്കാനാവാത്ത രാത്രി. അവിടെ എത്തിക്കാണോ? ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പോഴാണ് അവൾക്ക് ഫോണിൻ്റെ കാര്യം ഓർമ്മ വന്നത്. നാളെ ധനുവിനോട് ചോദിച്ച് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. വസു, നീ പറഞ്ഞത് ശരിയാടാ. അനാഥരെ വേദനിപ്പിക്കുന്നത് പാവാണ്. അതിൻ്റെ ഫലഭാവം ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. കാലിലെ മുറിവിൽ ബാൻഡേജ് ഒട്ടിച്ചുകൊണ്ട് കേശു ദുഃഖത്തോടെ പറഞ്ഞു. ഈ മുറിവ് പറ്റിയതിനാണോ അളിയെ നീ ഇപ്പോൾ ഇത് പറയുന്നത്? മുറിവ് എങ്ങനെ പറ്റിയെന്ന് കൂടി ചോദിക്കടാ പോങ്ങ. കേശു പല്ലിറമി. വസുവിൻ്റെ റൂമിലിരിക്കുകയാണ് രണ്ടാളും. അത് ശരിയാണല്ലോ. എങ്ങനെ പറ്റിയതാടാ ഇത്? കേശു നടന്നതെല്ലാം പറഞ്ഞു. റൂമിൽ നിന്നും ഇറങ്ങി പുറത്തു പോയി കുറച്ചു നേരം നിന്ന ശേഷം തിരികെ അകത്തേക്ക് കയറിയതും അവൻ്റെ കാലിലേക്ക് പൊട്ടിയ ഫ്ലവർ വേസിൻ്റെ ഒരു ചെറിയ പീസ് കൊണ്ടുകയറുകയായിരുന്നു. എന്തായാലും ചെറിയ മുറിവേ ഉണ്ടായുള്ളൂ. എന്നാൽ അത് കണ്ടിട്ട് മിഥിക അവനെ തിരിഞ്ഞു നോക്കിയതേയില്ല. അവൾ ഫോണിൽ മിഴികൾ നട്ടിരുന്നു. അത് കണ്ട് ദേഷ്യം വന്നപ്പോൾ അവൻ വസുവിൻ്റെ റൂമിലേക്ക് പോയതാണ്. എന്നാലും എൻ്റെ കേശു, ആ പെണ്ണിത് എന്തിൻ്റെ കേടാ? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ വന്നിട്ട് ഇതുവരെ വീട്ടിലേക്ക് വിളിച്ചോ? ഇല്ലടാ, ഞാനത് മറന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ദച്ചുവേട്ടൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങി. കുറച്ചു നേരം സംസാരിച്ച ശേഷം കോൾ കട്ടാക്കി. എടാ, ഞാൻ ചോദിച്ചത് നീ നിന്റെ ഭാര്യയെ വിളിച്ചെന്നാണ്. വസു ഒട്ടൊരു ദേഷ്യത്തോടെ പറഞ്ഞു. ശരിയാണ്, ചെന്നിട്ട് വിളിക്കാമെന്ന് അവളോട് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ വന്ന ശേഷം നടന്ന സംഭവങ്ങൾക്കിടയിൽ അത് മറന്നുപോയി. വസു വീട്ടിൽ വിളിച്ചെന്ന് ചോദിച്ചപ്പോഴും എപ്പോഴത്തെയും പോലെ ദച്ചുവേട്ടനെ തന്നെ വിളിച്ചു. അവളുടെ കാര്യം ഓർത്തതേയില്ല. കേശു ഒരു വളിച്ച ചിരി പാസ്സാക്കിക്കൊണ്ട് നിമ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ബട്ടൺ അമർത്തി. ഓരോന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്ന കേട്ടത്. കോൾ എടുക്കാനും വിളിക്കാനും ധനു പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് ബുദ്ധിമുട്ടല്ലാതെ ആൾ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ, അവൾ മെല്ലെ പറഞ്ഞു. എടോ സോറി, എനിക്ക് വിളിക്കാൻ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അവൻ ക്ഷമാപണത്തോടെ പറഞ്ഞു. അത് സാരില്ല. അമ്മ ഉറങ്ങിയോ? ഉറങ്ങി. താൻ എവിടെയാ കിടക്കണേ? അമ്മയുടെ കൂടെ തന്നെയാണോ? ഇപ്പം ഞാൻ അമ്മയുടെ റൂമിലല്ല, അവിടെ തന്നെയാണ് കിടക്കാൻ പോകുന്നേ. ഓ ഓക്കെ. രണ്ടാളും ഭക്ഷണം കഴിച്ചിരുന്നോ? കഴിച്ചു. അവിടോ? യെസ്. ഇപ്പം കഴിച്ചതേയുള്ളൂ. ശരിയിടും, ഞാൻ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. കോൾ കട്ടായപ്പോൾ അവൾ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വല്ലാത്തൊരു അനുഭൂതി അവളെ പുൽകും പോലെ തോന്നി അവൾക്ക്. ഇന്നലെ രാത്രി തന്നെ നോവിച്ച മനുഷ്യനാണ്. പക്ഷെ ഇപ്പോൾ ആ സ്വരം പോലും തന്നിൽ കുളിർമ നിറച്ചിരിക്കുന്നു. പക്ഷെ തൻ്റെ ഈ ചിന്ത പോലും തെറ്റാണെന്ന് ആ നിമിഷം തന്നെ അവൾക്ക് തോന്നി. കാരണം അയാൾ മറ്റൊരുവളുടെ സ്വകാര്യ സ്വത്താണ്. താനോ അയാളുടെ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം അയാൾ പൊന്നും പണവും കൊടുത്ത് വിലക്കെടുത്ത ഒരു അനാഥ. അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി നേരം വെളുക്കുവോളം കാത്തിരുന്നു. ഒടുവിൽ വളിച്ച ഭക്ഷണം കിട്ടുമ്പോൾ അത് ആർത്തിയുടെ കാഴ്ചകളാണ്. 2 ദിവസം മുൻപ് വരെയും. ചില ദിവസങ്ങളിൽ ഓർഫനേജിലൊന്നും ഉണ്ടാവില്ല വച്ചുണ്ടാക്കാൻ. അന്ന് ഏതെങ്കിലും വിശേഷം നടക്കുന്ന വീടുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ മിച്ചം വരുന്ന ഭക്ഷണമാവുക കിട്ടുക. മിക്കപ്പോഴും ഓർഫനേജിൽ എത്തുമ്പോഴേക്കും അതും വളിച്ചിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും അവിടെയുള്ളവർക്ക് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അപ്പോഴും സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ എല്ലാവരോടും കൂടെ പറയും, വിശന്നിരിക്കുമ്പോൾ കിട്ടുന്നത് എന്തും അമൃതിന് തുല്യമാണെന്ന്. അത് കേട്ട് ജാനു പതുക്കെ പറയും. എന്നിട്ട് കുഞ്ഞിപ്പൂവ് മാത്രം ഈ അമൃത് കഴിക്കാത്തത് എന്താണെന്ന്. ആ ഓർമ്മയിൽ നിമ്മയുടെ ചുടിയിൽ ഒരു പുഞ്ചിരി വിടർന്നു. അപ്പോഴാണ് ഓർഫനേജിൽ ഒന്ന് പോകണമെന്ന ചിന്ത വന്നത്. പക്ഷെ എങ്ങനെ? അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. നാളെ വിളിക്കുമ്പോൾ ഒരു പക്ഷെ പോകണ്ടെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിലും അമ്മയെ തനിച്ചാക്കി എങ്ങനെ പോകും? ഫോൺ വീണ്ടും റിങ് ചെയ്യുന്ന കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത്. ദച്ചുവായിട്ടാണ് വിളിക്കുന്നത്. അവൾ സന്തോഷത്തോടെ ഫോൺ എടുത്തു. ഹലോ. മോളെ, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. തിരികെ എത്തിയപ്പോൾ നേരം വൈകി. അതാണ്. ഞാൻ നാളെ വരാം കേട്ടോ. അല്പസമയം അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മോളെ എന്നുള്ള വിളിയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു മനസ്സ്. ഇത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ആദ്യമായാണ്
ഒരാൾ അങ്ങനെ വിളിക്കുന്നത്, അതും വെറും 2-3 വയസ്സ് മാത്രം കൂടുതലുള്ള ഒരാൾ. ഹലോ, കേൾക്കുന്നില്ലേ? ആ, ഏട്ടാ കേട്ടു. അത് സാരില്ല. പിന്നെ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? അതൊക്കെ റെഡിയായി വരുന്നു. ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം കേട്ടോ. റെഡിയായി വന്നാൽ മതി. ശരി ഏട്ടാ. ശരി. കോൾ കട്ട് ചെയ്ത ശേഷം അവൾ തിരികെ അമ്മയുടെ റൂമിലേക്ക് നടന്നു. നേരത്തെ ഷീറ്റ് വിരിച്ച് കിടക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഓർഫണേജിൽ ഒന്ന് പോകണമെന്ന ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. കിടക്കുന്നേരം കേശുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. മദ്യപിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന ഇതിക്ക് നോക്കി അവൻ സ്വയം പൂജിച്ചു. അവൻ്റെ മനസ്സിലേക്ക് എണ്ണക്കറപ്പുള്ള ഐശ്വര്യം തുളുമ്പുന്ന ആ പെണ്ണിൻ്റെ മുഖം കടന്നു വന്നു. അവളെ ആദ്യമായി കണ്ട നിമിഷം അവൻ ഓർത്തെടുത്തു. 2 വർഷം മുൻപ് അവധിക്ക് നാട്ടിൽ പോയപ്പോഴാണ് ലിറ്റിൽ ഫ്ലവർ സിസ്റ്ററിനെ കാണാൻ ഓർഫനേജിൽ പോയത്. സ്കൂളിൽ തൻ്റെ പ്രിയ അധ്യാപികയായിരുന്നു അവർ. സിസ്റ്ററെ കണ്ട് മടങ്ങുന്ന നേരമാണ് ഒരു ചെറിയ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പാടുപെടുന്ന അവളെ കണ്ടത്. ഒരുപാട് പാടുപെട്ട് അവൾ ആ കുഞ്ഞിന് ആഹാരം കഴിപ്പിച്ചു. എന്തോ ആ കാഴ്ച മനസ്സ് നിറച്ചു. തൻ്റെ അമ്മയെ നോക്കാൻ ജോലിക്കാരിയെ വെക്കുന്നതിലും നല്ലത് ഒരു അനാദി വിവാഹം കഴിക്കുന്നതാണെന്ന് ഇതിക പറഞ്ഞ് മനസ്സ് മാറ്റിയപ്പോൾ ആദ്യം മനസ്സിൽ കടന്നു വന്നത് അവളുടെ മുഖമായിരുന്നു. അങ്ങനെയാണ് സിസ്റ്ററിനെ കണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. അങ്ങനെ അവൾ തൻ്റെ ഭാര്യയെ, വാക്കിലും രേഖകളിലും മാത്രം ഒതുങ്ങുന്ന ഭാര്യ. വല്ലാത്തൊരു കുറ്റബോധം അവന് തോന്നി. ചെയ്തതൊക്കെയും തെറ്റായിരുന്നു. ആദ്യ രാത്രിയിൽ മദ്യപിച്ചുകൊണ്ട് അവളോട് മോശമായി സംസാരിച്ചതും അവൾ രൂക്ഷമായി പ്രതികരിച്ചതും ഓർക്കവേ അവൻ്റെ ചുണ്ടിൽ ചെറുചിരി വിടാർന്നു. ഓരോന്നാലോചിച്ചുകൊണ്ട് എപ്പോഴോ അവൻ നിദ്ര പുൽകി. രാവിലെ മുറ്റമടിക്കുകയായിരുന്ന നിമ. അപ്പോഴാണ് ധനുവിന് ശബ്ദം കേട്ടത്. ചേച്ചി, ഒരു വട്ടം പറയാനുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാട്ടോ. ധനു മതിലിനപ്പുറം നിന്ന് വിളിച്ചു പറഞ്ഞു. ആ ശരിയടാ. അതും പറഞ്ഞിട്ട് അവൾ തൻ്റെ ജോലി തുടർന്നു. മുറ്റത്തെ കർപ്പൂരമാവിൻ്റെ ചുവട്ടിൽ കാറ്റ് കൊഴിഞ്ഞിൽ വീണ ധാരാളം കണ്ണിമാങ്ങകളും ഇലകളും മാംകൊമ്പുകളും കിടപ്പുണ്ടായിരുന്നു. അവൾ അതെല്ലാം അടിച്ചു വാരി ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടു. അമ്മ ഇതുവരെ ഉണർന്നിട്ടില്ല. രാത്രി മരുന്ന് കഴിച്ച് കിടക്കുന്നതുകൊണ്ടാവാം ഈ ക്ഷീണം. അവൾ ഓർത്തു. ഒരു പക്ഷെ ആയുർവേദ ചികിത്സ നടത്തിയാൽ അമ്മ എഴുന്നേറ്റ് നടന്നേക്കും എന്നൊരു തോന്നൽ അവളിലുണ്ടായി. ഈ കാര്യം കേശുവിനോടും ദച്ചുവിനോടും പറയണം എന്നും അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ഓർഫണേജിൽ പോകുന്നതിനെ പറ്റിയായിരുന്നു അവളുടെ ചിന്ത. ധനുവിനോട് പറഞ്ഞാൽ എന്തെങ്കിലും വഴി കാണും എന്നുള്ള പ്രതീക്ഷയിൽ ധനുവിൻ്റെ വരവും കാത്തിരുന്നവൾ. അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ധനു വന്നത്. അവളുടെ മുഖത്ത് പതിവില്ലാത്തൊരു തെളിച്ചമുണ്ടായിരുന്നു. ചേച്ചി, സാറിന് വീട്ടിൽ വരും. അവളൊട്ടൊരു ചമ്മലോടെ പറഞ്ഞു. ആഹാ, അവിടെ വരെയൊക്കെ ആയോ കാര്യങ്ങൾ? നിമ ചിരിയോടെ ധനുവിനെ മെല്ലെ നുള്ളി. അതല്ല ചേച്ചി, ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് ടൂർ പോകുന്നതിനെ പറ്റി സംസാരിക്കാനാ. എന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ് സെറ്റാക്കാൻ വേണ്ടി വരുക. എന്തായാലും വരുമല്ലോ, നിമ ചിരിയോടെ പറഞ്ഞു. പക്ഷെ ചേച്ചി, എനിക്കിപ്പോഴും സാറിനെ കാണുമ്പോൾ പഴയതൊക്കെ ഓർമ്മ വരും. എൻ്റെ കൊച്ചേ, നീ അതൊക്കെ മറന്നേക്ക്. അദ്ദേഹം പറഞ്ഞ പോലെ പഠിക്കേണ്ട സമയത്ത് പഠിക്ക്. പിന്നെ മോൾക്ക് വിധിച്ചത് അദ്ദേഹമാണെങ്കിൽ അത് എവിടെയായിരുന്നാലും കിട്ടും. എൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരാളുടെ ഭാര്യ ഇവിടെ വന്നില്ലേ. അതാണ് വിധിച്ചത് നടക്കുമെന്ന് പറയുന്നത്. അത് പറയുമ്പോൾ അവളുടെ മിഴിക്കോണിൽ നീർ പൊടിഞ്ഞു. ഓർക്കുന്നുണ്ടാവുമോ തന്നെ? എവിടുന്ന്? അമ്മയുടെ വിവരം അറിയാനാകും. ഇന്നലെ വിളിച്ചു തന്നെ. അപ്പോഴാണ് അവൾ കുഞ്ഞിന് സ്വർണം എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചത്. അവൾ ആ കാര്യം ധനുവിനോട് പറഞ്ഞു. ഒപ്പം ഓർഫണേജിൽ പോകാനുള്ള ആഗ്രഹവും. 2 കാര്യങ്ങൾ ഒന്നിച്ച് വഴി കണ്ടെത്തി ധനു. ധനുവിൻ്റെ അമ്മ ഇവിടുത്തെ അമ്മയെ ഏൽപ്പിച്ചിട്ട് സ്വർണം എടുക്കാൻ പോകും. തിരികെ വരും വഴി ഓർഫണേജിലും കയറാം. പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് മാത്രം. നിമ വേഗം തന്നെ റെഡിയായി. അവൾ കേശു തനിക്ക് വാങ്ങിയ ഡ്രസ്സിൽ നിന്നും 2 ചുരിദാർ ഒരു കവറിലാക്കി കയ്യിലെടുത്തു. ഇതെന്തിനാ ചേച്ചി? അത് ജാനുവിന് കൊടുക്കാൻ. അവൾ അല്പം ജാളിതയോടെ പറഞ്ഞു. ചേച്ചി, അതവിടെ വെച്ചേ. ധനു ഗൗരവത്തിൽ പറഞ്ഞു. ധനു, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. അത് തിരിച്ചു വെച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ ഏട്ടനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. നിമ നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുണ്ടത് തിരികെ വെച്ചു. അയ്യ, ചേച്ചി കരഞ്ഞോ? ഇങ്ങനെ പാവാവല്ലേ ചേച്ചി. കേശു ഏട്ടൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ കുറച്ച് ബോൾഡ് ആവണം, അവൾ ചിരിയോടെ പറഞ്ഞു. നിമ അത് കേട്ട് ഒരു തളർന്ന പുഞ്ചിരി നൽകി. ചത്ത കുഞ്ഞിന് ജാതകം വായിക്കും പോലെ എന്ന പഴമൊഴിയാണ് അവൾക്ക് ഓർമ്മ വന്നത്. ചേച്ചിക്ക് വേണ്ടി ഏട്ടൻ ആഗ്രഹിച്ച് വാങ്ങിയ ഡ്രസ്സായിരിക്കില്ലേ അത് മറ്റൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് തെറ്റല്ലേ? ജാനി ചേച്ചിക്ക് നമുക്ക് വേറെ വാങ്ങിക്കൊടുക്കാം പോരെ? ഒന്ന് ചിരിച്ചേ. ധനു അവളെ ഇക്കിളിയിട്ടുകൊണ്ട് പറഞ്ഞു. നിന്റെ ഏട്ടൻ എനിക്ക് വേണ്ടി ആഗ്രഹിച്ച് വാങ്ങിച്ചതല്ല ധനു, ആളുടെ സ്റ്റാറ്റസിന് വേണ്ടി വാങ്ങിയതാണെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അവൾ ചിരിച്ചു. അവർ പോകാൻ ഇറങ്ങും മുന്നേ ധനുവിൻ്റെ അമ്മ അവിടെ ഹാജരായി. സൂക്ഷിച്ചു പോയി വരണേ മക്കളെ, അവർ പറഞ്ഞു. ഓ പിന്നെ, ഞങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? ധനു അമ്മയുടെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു.
പെൺകുട്ടികൾ പുറത്തു പോയി വരും വരെ വീട്ടിലുള്ളവർ നെഞ്ചിൽ തീയ. അത് മനസ്സിലാക്കണമെങ്കിൽ നാളെ നീയും ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാവണം. അവർ പറഞ്ഞു. എനിക്ക് പെൺകുഞ്ഞു വേണ്ട, ആൺകുഞ്ഞും വേണ്ട, ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ നിമയും തള്ളിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. പോയി വരാമായി. നിമ തിരിഞ്ഞെന്ന് പറഞ്ഞു. ശരി മോളെ. അവർ ചിരിയുടെ കൈ വീശി. ധനൊരു പ്ലേയിങ് കിസ് പറത്തി വിട്ടു. എന്നിട്ട് നിമയുടെ തോളിലൂടെ കൈയിട്ട് നടന്നു. ബസ്സിലാണ് അവർ സിറ്റിയിലേക്ക് പോയത്. ATMിൽ നിന്നും പണം പിൻവലിക്കാനും മറ്റും ധനു നിമയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർ പണം എടുത്തുകൊണ്ട് ആദ്യം ഒരു ജ്വല്ലറിയിലേക്കാണ് പോയത്. കുഞ്ഞിന് 2 വളകളും ഒരു ജോഡി കുഞ്ഞി കമ്മലും വാങ്ങി. പിന്നെ അവർ ഒരു ഷോപ്പിംഗ് മാളിൽ കയറി. ജാനുവിന് 2 ചുരിദാറും, കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റും, സിസ്റ്ററിന് ഒരു വാച്ചും മറ്റുള്ളവർക്ക് പലഹാരങ്ങളും വാങ്ങി. അവിടെ നിന്ന് ഇറങ്ങുന്നത് മുതൽ നിമയ്ക്ക് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടു. എന്ത് പറ്റി ചേച്ചി? ധനു ആവലാതിയോട് ചോദിച്ചു. അത് മോളെ, എനിക്ക് എന്തോ പേടി തോന്നും. എന്തിന്? അത് ഇത്രയും കാശ് ചിലവാക്കിയത് കൊണ്ട് അദ്ദേഹം വലതും പറയുമോന്ന് നിമ ദുഃഖത്തോടെ പറഞ്ഞു. അയ്യേ, ഇതിനാണ് സങ്കടം. ബെസ്റ്റ്, ഏട്ടനെ ചേച്ചിക്ക് അറിയാഞ്ഞിട്ട. ആൾക്കും ഒരു പിശുക്കുമില്ല. ഇപ്പം ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ല ഇതിൽ കൂടുതൽ ചിലവാക്കിയനെ. അതോർത്ത് പേടിക്കണ്ട കേട്ടോ. അവൾ നിമയെ സമാധാനിപ്പിച്ചു. ധനു പറഞ്ഞത് ശരിയാണെന്ന് തനിക്കൊന്നും അറിയില്ല അദ്ദേഹത്തെക്കുറിച്ച്. എന്തിനാണ് തന്നെ അയാളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് അത് മാത്രം അറിയാം, മറ്റൊന്നും അറിയില്ല, അറിയിക്കാൻ വേണ്ട. ഓർഫണേജിൽ എത്തുമ്പോൾ നേരം ഉച്ചയോടടുത്തിരുന്നു. ജാനു കുട്ടികളോടൊപ്പം പുറത്തു തന്നെ ഉണ്ടായിരുന്നു. ഗേറ്റ് കടന്നു വരുന്ന നിമയെ കണ്ടുകൊണ്ട് അവളും കുട്ടികളും ഓടി വന്നു. ജാനുവും നിമയും പരസ്പരം മറന്ന് കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് ഇരുവരുടെയും മിഴികൾ നിറഞ്ഞു. ജാനു, ഇത് ധനു, അദ്ദേഹത്തിന്റെ കസിനാണ്. ധനു, നല്ല പേരാണല്ലോ ജാനു. ചിരിയോടെ ധനുവിനെ നോക്കി. ധനു എന്ന് ചേച്ചിയിട്ട പേരാ, ശരിക്കും പേര് ധനിലേന്ന. ധനു നിമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടാളും വാ. ജാനുവും കുട്ടികളും അവരെയും കൂട്ടി ഓർഫനേജിലേക്ക് കടന്നു. സിസ്റ്ററിനെയും മറ്റും അന്തേവാസികളും എല്ലാം പോയി കണ്ട ശേഷം കുറച്ചു സമയം അവൾ തൻ്റെ ചെറിയ റൂമിലിരുന്നു. അവിടെ ഇപ്പോൾ ജാനു ആണ് കിടക്കുന്നത്. കളഞ്ഞു പോയതെന്തോ തിരികെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു നിമ. തിരികെ മടങ്ങുന്നേരം എന്തെന്നില്ലാത്തൊരു സങ്കടം അവളിലുണ്ടായിരുന്നു.